താനാണല്ലോ എന്റെ കല്യാണം മുടക്കുന്നേ. ഞാൻ ഇയാളുടെ കല്യാണം മുടക്കിയിട്ടില്ല. ആര് പറഞ്ഞതൊക്കെ? കഴിഞ്ഞ ആഴ്ച എന്നെ കല്യാണം ആലോചിച്ചെന്ന് വീട്ടിൽ താൻ കയറി പോകുന്നു ഞാൻ CCTV കണ്ടടോ. ഇതെന്തോ എനിക്ക് എന്റെ അയൽപ്പക്കത്തൊന്നും കയറി പോകാൻ പറ്റത്തില്ലേ? 15 കിലോമീറ്റർ മാറിയാണോടോ തന്റെ അയൽവക്കം. മാറിയിരിക്കുന്നുണ്ട്. അമ്മച്ചി ഇച്ചിരി ചായ എടുത്ത്. അതെ, എങ്ങോട്ട് കയറി പോവാ? ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നത്. നീ അല്ലേ എന്റെ കല്യാണം മുടക്കുന്നത്? എന്റെ പൊന്നു വെച്ച് 10-26 വയസ്സായ മിക്ക ആമ്പിള്ളാരെ പോലും ഞാനും വീട്ടുകാരുടെ ചെലവില്ല താമസിക്കുന്നത്. ഞാൻ ഇനി കൊച്ചിനോട് ചെലവിന് വരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യായം. അത് മാത്രമല്ല, എനിക്ക് കൊച്ചിന് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കല്യാണമല്ലേ മുടക്കിക്കൊണ്ടിരുന്നത്. സോറി, ഇനി മുടക്കത്തില്ല. തനിക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്റെ പിറകെ നടക്കണമായിരുന്നു. അല്ലാതെ നാട് നീളെ വീട് നടന്നു പോയി എന്റെ കല്യാണം മുടക്കുകയല്ല ചെയ്യണ്ടേ. ഇനി കല്യാണം മുടക്കത്തില്ല. മനോ മര്യാദയ്ക്ക് ഞാൻ പുറകെ നടന്നോളാം. ഇനി നീ പുറകിനും നടക്കണ്ട, നൂരേയും നടക്കണ്ട. ഞാൻ ഈ വീട്ടിൽ തന്നെ അങ്ങ് നിന്നോളാം. ആരാടാ അവനെ അവള്? ഇതമ്മ നമ്മുടെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ആ മക്കളെ വാടകയ്ക്കാണ്. എന്നെ മുകളിലോട്ട് പോയി നോക്കിയിട്ട് പോയി കേട്ടോ. ശരി. ശരിയമ്മ, ഞാൻ നോക്കാം. ആ വാടക കശങ്ങ് കൊടുത്തേക്കണേ. എന്റെ 10 പൈസ ഇല്ല. ഞാൻ മോളിൽ പോയി നോക്കിട്ട്. ആദ്യം ഒരു കാര്യം പറയട്ടെ. എന്താ? ഇതിപ്പോ എന്തായാലും ഇയാൾ എന്റെ വീട്ടിൽ നിൽക്കുമല്ലേ. ഇനിയിപ്പോ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. എന്നാ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ? വെറുതെ പറയാൻ കിടന്ന് ടൈം കളയാതെ. അയ്യോ, പെട്ടെന്നിങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ. തൽക്കാലം കുറച്ച് ദിവസം ഇവിടെ നിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ആലോചിച്ചിട്ടാ മതി. അത് പറഞ്ഞ് ഇനി മേലോട്ട് അങ്ങനെ വന്ന തരത്തില്ല. ഞാനും ഒന്ന് ആലോചിക്കട്ടെ നിന്റെ കാര്യം. ചെറിയ ഓട്ടം ഉണ്ടാവും.